നമുക്ക് ഈ വർഷത്തെ ആത്മഹത്യ പ്രിവെൻഷൻ, അത് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ സെപ്റ്റംബർ 10 എല്ലാ വർഷവും. അത് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ വർഷത്തെ നമ്മുടെ തീം അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം ചേഞ്ചിങ് ദ നരേറ്റീവ് ഓൺ സൂയിസൈഡ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ ആഖ്യാനം മാറ്റുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. 7 ലക്ഷം ആൾക്കാർ, 700,000 പീപ്പിൾ ലോകമെമ്പാടും ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇതൊരു വലിയ ഒരു കണക്കാണ്. കേരളമാണെങ്കിൽ ആത്മഹത്യ നിരക്കിൽ മുൻപന്തിയിലുള്ളൊരു സംസ്ഥാനമാണ്. ഒരു കാലത്ത് കേരളമായിരുന്നു ഏറ്റവും മുൻപന്തിയിൽ, ഇപ്പോൾ അത് കേരളമല്ല. എങ്കിലും 1 ലക്ഷം പേരിൽ 25,000 പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ ഒരു കാര്യത്തിൽ നമ്മളതുകൊണ്ട് വളരെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക്, ആർക്കാണ് ഹൂ ഈസ് അറ്റ് റിസ്ക് ഫോർ സൂയിസൈഡ്? ആർക്കാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് ഏറ്റവും അപകട സാധ്യത കൂടുതലുള്ളത്? 2-3 കാര്യങ്ങളാണ്. ഒന്ന്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അത് പ്രത്യേകിച്ച് വിഷാദരോഗം. അത് നമ്മൾ ആ വിഷാദരോഗമുള്ളവർ അവരെ ശരിയായ ചികിത്സ എത്തിക്കാനായിട്ട് നമ്മൾ എടുക്കണം. അതാണ് നമ്മൾ അതിൻ്റെ ആദ്യത്തെ റിസ്ക് മാനേജ്മെൻറ്റ്. പിന്നെ അതുപോലെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നുകളുടെ ഉപയോഗം. ഇപ്പോൾ മദ്യപാനത്തെ പറ്റിയൊക്കെ കണക്കുകളുണ്ട്. ഏതാണ്ട് മദ്യപാനം ചെയ്യുന്നവരിൽ ഏതാണ്ട് 10% പേര് അവരുടെ ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ്, ഏറ്റവും റിസ്ക് ആയിട്ടുള്ളതാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സിലെ മദ്യം മയക്കുമരുന്നുകളുടെ ഉപയോഗം. പിന്നെ മൂന്നാമത്തെ ഒരു റിസ്ക്, ഒരിക്കൽ ആത്മഹത്യ ചെയ്താൽ അവർ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് കണക്കാക്കണം. ഇനി നമുക്ക് ആത്മഹത്യ പ്രതിരോധ നടപടികളിലേക്ക് നമുക്ക് കടക്കാം. ആത്മഹത്യ പ്രതിരോധ നടപടി നമുക്ക് ഈസി ആക്സസ് ടു മീൻസ് എന്ന് പറയും, അത് തടയണം. അതായത് നമുക്ക് കീടനാശിനികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, മീഡിയയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. അവരുടെ റെസ്പോൺസിബിൾ മീഡിയ റിപ്പോർട്ടിങ്. ആത്മഹത്യയെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ആത്മഹത്യ ചെയ്ത ആളൊരു ഹീറോ ആയിട്ട് ചിത്രീകരിക്കരുത്. അത് പിന്നീട് അതിന് വലിയ അപകട സാധ്യത വളരെ കൂട്ടും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്, നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരിലെ പ്രൊമോട്ടിങ് ലൈഫ് സ്കിൽസ്, നമ്മുടെ ജീവിതത്തിലുള്ള ക്രൈസിസിനെ എങ്ങനെ, നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യത്തിൽ ഉള്ള ലൈഫ് സ്കിൽസുകൾ നമ്മൾ അതിനകത്ത് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അതുപോലെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് എമോഷൻസ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു. അതായത് ജീവിതത്തിലുള്ള ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ മറികടക്കാം, എങ്ങനെ കടക്കാം, അങ്ങനെയുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ യത്നം കൊണ്ട് നമുക്ക് ആത്മഹത്യയെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസത്തെ ആചരണമല്ല, നമ്മുടെ ഒരു വർഷമോ അതിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് ആത്മഹത്യാ നിരക്കുകൾ കുറയ്ക്കണം. ലോകാരോഗ്യ സംഘടനയുടെ ഒരു തീരുമാനം, അവർ 1/3 റെഡ്യൂസ് ബൈ 1/3 എന്നാണ്. ഒരു 1/3 നമുക്ക് കുറയ്ക്കണം. അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.